കുവൈറ്റ് തീപിടുത്തം മരിച്ച 11 പേർക്ക് കൂടി ജന്മനാട് ഇന്ന് വിട നൽകും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 11 മലയാളികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. കൊച്ചിയിൽ നിന്ന് ഇന്നലെ കണ്ണൂരിലെത്തിച്ച മൃതദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെ 9 മണിയോടെ മൃതദേഹം കുറുവയിലെ വീട്ടിലെത്തിക്കും. തുടർന്ന് പൊതുദർശനം നടക്കും. 11 മണിക്ക് പയ്യമ്പലത്താണ് സംസ്കാരം. മരിച്ച ആകാശിന്റെ പന്തളം മുടിയൂർക്കോണത്തെ വീട്ടിൽ 11 മണിക്ക് പൊതുദർശനം ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാരം നടക്കും. തിരുവല്ല സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം ഞായറാഴ്ചയാണ് സംസ്കരിക്കുക. ദുരന്തത്തിൽ മരിച്ച സിബിൻ, സജു വർഗീസ്, മാത്യു തോമസ് എന്നിവരുടെ സംസ്കാരം തിങ്കളാഴ്ച നടത്താനാണ് ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. 9-ാം മൈൽ IPC ചർച്ച് സെമിത്തേരിയിലാണ് സംസ്കാരം. പാമ്പാടിയിലെ വാടക വീട്ടിലും പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലും പൊതുദർശനം നടത്തും. മരിച്ച പായിപ്പാട് സ്വദേശി ഷിബു വർഗീസിന്റെ സംസ്കാര ശുശ്രൂഷകൾ നാളെ 4 മണിക്ക് പായിപ്പാട് സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ നടക്കും. മരിച്ച ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപിന്റെ സംസ്കാരം നാളെ 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. 3 പേരുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊല്ലം സ്വദേശികളായ 2 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. വെളിച്ചിക്കാല വേങ്ങൂർ വടവോട്ട് വിളയിൽ വീട്ടിൽ ലൂക്കോസിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് നടക്കും. കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കുന്ന മൃതദേഹം വെളിച്ചിക്കാല IPC സെമിത്തേരിയിലാണ് അടക്കം ചെയ്യുന്നത്. പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. നരിക്കൽ മർത്തോമ പള്ളിയിലാണ് ചടങ്ങുകൾ. പുനലൂരിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ വീട്ടിലെത്തിക്കും.